ഹലോ നമസ്കാരം, ഞാൻ രേവതി. നമുക്കിന്നൊരു കറി ഉണ്ടാക്കിയാലോ? ചോറിനൊക്കെ ഉള്ളൊരു കോമ്പിനേഷനായിട്ടുള്ള വെണ്ടയ്ക്കയുടെ ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ടിട്ട് നമ്മൾ വെണ്ടയ്ക്കൊന്ന് വഴറ്റിയെടുക്കുക. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് ഒന്ന് വഴറ്റിയെടുക്കണത് കേട്ടോ. അതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് മാറുന്ന വരെ നമ്മൾ വഴറ്റിയെടുക്കണം. അത് വഴറ്റി മാറ്റി വെച്ചതിന് ശേഷം അതേ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കടുകും പച്ചമുളകും പൊട്ടിച്ചെടുക്കാം. 2 ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് സാമ്പാർ പൊടി ഇട്ടിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതൊന്ന് വഴണ്ട് വരുമ്പോൾ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 തക്കാളി ഇടാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിലേക്ക് നമുക്ക് വഴറ്റി വെച്ച് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കാം. അത് നന്നായി ഒന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ കേട്ടോ. ആ വെള്ളമൊക്കെ വറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു കറിയാണേ. ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യൂ.